ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. നമ്മൾ ടെൻസ് എന്ന് പറയുന്നൊരു ടോപ്പിക്ക് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നിന്നും അതിൻ്റെ ബാലൻസ് ആയിട്ട് വോയിസ് ചേഞ്ച്. കാരണം ഒരു ടെൻസ് എന്ന് പറയുന്ന രണ്ട് വോയിസും ചേർന്നതാണ്. ആക്റ്റീവും പാസീവും ചേർന്നതാണ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആക്റ്റീവിൻ്റെ സ്ട്രക്ചർ ഓൾറെഡി ടെൻസ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ കൂടെ പഠിക്കാറുണ്ട്. പിന്നെ പാസീവ് നമ്മൾ സെപ്പറേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അപ്പോൾ എക്സാമിന് രണ്ട് രീതിയിലാണിത് ക്വസ്റ്റ്യൻ വരുന്നത്. ഒന്നെന്ന് പറയുന്നത് ഒരു സെന്റൻസ് ആക്റ്റീവിലോട്ടോ അല്ലെങ്കിൽ പാസീവിലോട്ടോ ചേഞ്ച് ചെയ്യാൻ ചോദിക്കുക, അതായത് വോയിസ് ചേഞ്ച് എന്ന് പറയുന്നത്. മറ്റൊന്ന് ഫില്ല് ചെയ്യാൻ, പാസീവ് വോയിസിൽ തന്നെ ഒരു സെന്റൻസ് തന്നിട്ട് ഫില്ല് ചെയ്യാനൊക്കെ എന്ത് ചെയ്യും, ചോദിക്കും. അതുകൊണ്ട് ടെൻസ് പഠിച്ചാൽ ഈ വോയിസ് ചേഞ്ച് വ്യക്തമായിട്ട് നമ്മളൊന്ന് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നോക്കേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ പാസീവ് ഫോം ഓഫ് ദ ചൈൽഡ് ബ്രോക്ക് ദ ടോയ്സ്. ഇവിടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പം ദ ചൈൽഡ് ബ്രോക്ക് ദി ടോയ്സ് ഉണ്ടോ, ദ പാസീവ് ഫോം. അതായത് നമുക്ക് ഈ തന്നിരിക്കുന്ന ഈ സെന്റൻസിന്റെ പാസീവ് ഫോം ഏതാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടോ, ഇത് പാസീവിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒന്ന് ശ്രദ്ധിച്ചു, ആദ്യം തന്നെ നിങ്ങൾക്ക് ഞാനൊരു കോമൺ സ്ട്രക്ചർ കാണിച്ചു തരാം, ശ്രദ്ധിച്ചോണം. അതായത് പാസീവ്, ആക്റ്റീവ് നിന്ന് പാസീവിലേക്ക് മാറ്റുമ്പോഴുള്ള കോമൺ സ്ട്രക്ചർ, ദ സബ്ജക്റ്റ് പ്ലസ് ടു ബി പ്ലസ് V3 പ്ലസ് റിമൈനിങ് പാർട്ട് ബൈ ഏജന്റ്. ഈ ബൈ ഏജന്റ് കഴിഞ്ഞും നമുക്ക് എന്ത് കൊടുക്കാം, റിമൈനിങ് പാർട്ട്. അപ്പൊ സ്ട്രക്ചർ കണ്ടോ, സബ്ജക്റ്റ് പ്ലസ് ടു ബി പ്ലസ് V3 പ്ലസ് റിമൈനിങ് പാർട്ട് ബൈ ഏജന്റ്, അല്ലെങ്കിൽ ബൈ ഏജന്റ് കഴിഞ്ഞിട്ട് റിമൈനിങ് പാർട്ട്. ഇവിടെ ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓഫ് ആക്റ്റീവ് ആണ്. ഒബ്ജക്റ്റ് ഓഫ് ആക്റ്റീവ്, ആക്റ്റീവിലെ ഒബ്ജക്റ്റ് ആണ് പാസീവില് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ ഇവിടെ ഏജന്റ് എന്ന് പറഞ്ഞില്ലേ, അത് സബ്ജക്റ്റ് ഓഫ് പാസീവ്, സോറി ആക്റ്റീവ്. ആക്റ്റീവിലെ സബ്ജക്റ്റ് ആണ് പാസീവില് ഏജന്റ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ പാസീവിലേക്ക് മാറ്റുമ്പോൾ കോമൺ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ടു ബി പ്ലസ് V3 പ്ലസ് ബൈ ഏജന്റ് റിമൈനിങ് പാർട്ട്. ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ഒബ്ജക്റ്റ് ഓഫ് ആക്റ്റീവ് വോയിസും, ഇനി ഏജന്റ് ആയിട്ട് വരുന്നത് സബ്ജക്റ്റ് ഓഫ് ആക്റ്റീവ് വോയിസും. ക്ലിയർ ആണോ? ദെൻ ഈ ടു ബി, ഇതാണ് മനസ്സിലാക്കേണ്ട. ഇത് മനസ്സിലാക്കുന്നതിൽ നമ്മൾ വിജയിച്ചാൽ ഓക്കെ. അപ്പം ടു ബി എന്ന് പറയുന്നത്, ടു ബിക്ക് 8 ഫോം ഉണ്ട്. ടു ബി ഹാസ് 8 ഫോംസ്. ടു ബിക്ക് എത്ര ഫോമാണ് ഉള്ളത്? 8 ഫോം. ഇതാ നോക്കിയേ ടു ബിയുടെ ഫോംസ് ഏതൊക്കെയാണെന്ന്. ഈസ്, ആർ, ആം, വാസ്, വെയർ, ഹാസ്, സോറി, ഈസ്, ആർ, ആം, വാസ്, വെയർ, ബീയിങ്, BEING, ബീയിങ്, ബീൻ, ബി. കണ്ടോ വ്യക്തമായിട്ട്. അപ്പൊ ടു ബിയുടെ ഫോം ഏതൊക്കെയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഈസ്, ആർ, ആം, അതുപോലെ വാസ്, വെയർ, ബീയിങ്, BEING, ബീയിങ്, ബീൻ, ബി. കണ്ടോ, ബീൻ, ബി, ഇത് ബി ആണ്, ബി. കണ്ടോ, ഈ 8 എണ്ണമാണ് ടു ബിയുടെ ഫോം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഈസ്, ആർ, ആം, was, were, being, been, be. ക്ലിയർ ആണോ? ഇപ്പം പെട്ടെന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് ഹാസും ഹാവും അതിനകത്ത് കയറി വരും. പക്ഷെ ഒരിക്കലും ഹാസും ഹാവും ഹാഡും ടു ബിയുടെ ഫോം അല്ല, അത് ടു ഹാവിന്റെ ഫോമാണ്. നമ്മളെ പറഞ്ഞ് ശീലിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഈസ്, ആർ, ആം, വാസ്, വെയർ കഴിഞ്ഞ് എന്ത് കയറി വരും? ഹാസ്, ഹാവ്. പക്ഷെ ടു ബിയുടെ ഫോം ഈസ്, ആർ, ആം, വാസ്, വെയർ, ബീങ്, ബീൻ, ബി. ക്ലിയർ ആണോ? ഇത് ഇത്രയും. ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി. ഒന്നുമില്ല, അത് ശ്രദ്ധിച്ചോ പെട്ടെന്ന്. ഈസ്, ആർ, ആം സിമ്പിൾ പ്രസന്റിൽ. ഈസ്, ആർ, ആം സിമ്പിൾ പ്രസന്റിൽ. വാസും വെയറും സിമ്പിൾ പാസ്റ്റ്. അതായത് സിമ്പിൾ പാസ്റ്റിനെ പാസീവിലേക്ക് മാറ്റുമ്പോഴാണ് ടു ബിയുടെ ഫോം ആയിട്ട് വാസും വെയറും. ഇനി BEING, ബീങ്, കണ്ടിന്യൂസ് ടെൻസിൽ. പ്രസന്റിന്റെയും പാസ്റ്റിന്റെയും കണ്ടിന്യൂസ് ടെൻസിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ ആര് വരുന്നത്? ബീങ്. ഇനി ബീൻ വരുന്നത് പെർഫെക്റ്റ് ടെൻസ്. പെർഫെക്റ്റ് ടെൻസിനെ നമ്മൾ പാസീവിലേക്ക് മാറ്റുമ്പോഴാണ് ആര് വരുന്നത്? ബീൻ. ഇനി ബി വരുന്നത് മോഡൽ ഓക്സിലറീസ്, വിൽ, വുഡ്, ഷാൾ, ഷുഡ് ഒക്കെ ഉണ്ടല്ലോ, അതിനുശേഷമാണ് ആര് വരുന്നത്? ബി. ഇത്രയും ഓർക്കണം. ഈസ്, ആർ, ആം സിമ്പിൾ പ്രസന്റിൽ. വാസ്, വെയർ സിമ്പിൾ പാസ്റ്റ്. BEING, ബീങ് കണ്ടിന്യൂസ്, പ്രസന്റിന്റെയും പാസ്റ്റിന്റെയും
കണ്ടിന്യൂസ് ടെൻസിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ. ഇനി BEEN ബീൻ പെർഫെക്റ്റ് ടെൻസിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ. ഇനി ബി മോഡൽ ഓക്സിലറിക്ക് ശേഷം. ക്ലിയർ ആണോ? ഇത്രയൊന്നൊന്ന് മനസ്സിലാക്കി അല്ലേ? അതിനുശേഷം വെർബിന്റെ തേർഡ് ഫോം. ഏതൊരു ടെൻസിനെ നമ്മൾ പാസീവിലേക്ക് മാറ്റിയാലും അവിടെ വെർബിന്റെ ഏത് ഫോമാ വരുന്നത്? തേർഡ് ഫോം. ക്ലിയർ ആണോ? ഓക്കെ, ഇതൊന്ന് എന്താ പറയുക, ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടൊന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. The passive form of the child broke the toys. The child broke the toys. കണ്ടല്ലോ, ഇന്നലെ ഞാൻ നിങ്ങളുടെ അടുത്ത് സൂചിപ്പിച്ചിരുന്നു. നമ്മൾ ടെൻസിന്റെ സ്ട്രക്ചർ വ്യക്തമായിട്ട് പഠിച്ചാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാം. നോക്കേ, ചൈൽഡ് സബ്ജക്റ്റ് അല്ലേ? ബ്രോക്ക്, ബ്രേക്ക് എന്ന വേർബിന്റെ സെക്കൻഡ് ഫോം ആണ് ബ്രോക്ക്. അപ്പം സബ്ജക്റ്റ് പ്ലസ് V2 വരുന്ന ഏത് ടെൻസിലാ? സിമ്പിൾ പാസ്റ്റ്. V2 വരുന്ന ഏത് ടെൻസിലാ? സിമ്പിൾ പാസ്റ്റ്. അപ്പം ടെൻസ് കിട്ടിയതാ സിമ്പിൾ പാസ്റ്റ്. ഓടി വരണ മനസ്സിലേക്ക്. സിമ്പിൾ പാസ്റ്റിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ ടു ബിയുടെ ഫോം വാസ് ഓർ വെയർ. ആരാണ്? വാസ് ഓർ വെയർ. ക്ലിയർ ആണോ? പ്ലസ് V3. വാസ് ഓർ വെയർ പ്ലസ് V3. ഓക്കെ ആണോ? ഓപ്ഷൻ നോക്കി. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എല്ലായിടത്തും വാസും വെയറും കിടക്കുക അല്ലേ? മാത്രമല്ല ഇവിടെ നോക്കേ, ഒന്നാമത്തത് ടോയ്സ് വാസ് ബ്രോക്കൺ, രണ്ടാമത്തത് ദ ടോയ്സ് വെയർ ബീയിങ് ഉണ്ട്. ബീയിങ് വരുന്നതെല്ലാം കണ്ടിന്യൂസിലാണ് നമ്മൾ പറഞ്ഞു. BEING ബീയിങ് കണ്ടിന്യൂസിലല്ലേ വരൂ? ഇവിടെ കണ്ടിന്യൂസ് അല്ലേ, സിമ്പിൾ പാസ്റ്റ് അല്ലേ? അപ്പം ബീയിങ് ഉള്ളത് നമുക്ക് ഒഴിവാക്കാം, അത് രണ്ടും പോകും. കണ്ടോ? ഇനി ദ ടോയ്സ് വാസ് ബ്രോക്കൺ ഉണ്ട്, ദ ടോയ്സ് വെയർ ബ്രോക്കൺ ഉണ്ട്. ഇവിടെ നമ്മൾ ആക്റ്റീവില് ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആയിട്ട് കൊണ്ടുവരത്തില്ലേ? ദ ടോയ്സ്, ടോയ് എന്നല്ലല്ലോ, ടോയ്സ് ഒന്നിലധികം ഉണ്ടല്ലോ, പ്ലൂറൽ അല്ലേ? അപ്പം വാസ് ആണോ വെയർ ആണോ? വെയർ. അപ്പൊ ഏത് ആൻസർ? ദ ടോയ്സ് വെയർ ബ്രോക്കൺ. കണ്ടോ? ദ ടോയ്സ് വെയർ ബ്രോക്കൺ. സിമ്പിൾ പാസ്റ്റിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ വാസും വെയറും പ്ലസ് V3. ബീങ് വരരുത്, ബീങ് വരുന്നതെല്ലാം കണ്ടിന്യൂസില. ക്ലിയർ ആണോ? സംശയമില്ലല്ലോ. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ. ദ പാസീവ് ഫോം ഓഫ് ഡോണ്ട് ഡിസ്റ്റർബ് ദ പേഷ്യന്റ്. എന്താണ്? ഡോണ്ട് ഡിസ്റ്റർബ് ദ പേഷ്യന്റ്. ഇവിടെ ഈ ഡോണ്ട് എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ ക്വസ്റ്റ്യനകത്ത് ഡോണ്ട് പറയാറുണ്ട് അല്ലേ? പക്ഷേ ഇമ്പരേറ്റീവ് സെന്റൻസിൽ ആര് വരും? ഡോണ്ട് അല്ലേ? ഇവിടെ നോക്കേ, എൻഡിൽ ഫുൾ സ്റ്റോപ്പാ. അപ്പൊ ഇതൊരു ഇമ്പരേറ്റീവ് സെന്റൻസാ. അപ്പൊ ഡോണ്ട് ഡിസ്റ്റർബ് ദി പേഷ്യന്റ് ഒരു ഇമ്പരേറ്റീവ് സെന്റൻസാ. ക്ലിയർ ആണോ? നെഗറ്റീവ് ഇമ്പരേറ്റീവ്. മാത്രമല്ല ഒബ്ജക്റ്റ് ഉണ്ട്, ദ പേഷ്യന്റ്, ഒബ്ജക്റ്റ് ഉള്ള ഇമ്പരേറ്റീവ്. ക്ലിയർ ആണോ? അപ്പൊ ഇമ്പരേറ്റീവ് സെന്റൻസ്, ഇമ്പരേറ്റീവിന്റെ പ്രത്യേകത എങ്ങനെയാ? വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ഓർ റിമൈനിങ് പാർട്ട് ഓഫ് ദി സെന്റൻസ്. വെർബിൽ തുടങ്ങുന്ന സെന്റൻസ് ആണ് ഇമ്പരേറ്റീവ് സെന്റൻസ്. അപ്പം ഒബ്ജക്റ്റ് ഉള്ള ഇമ്പരേറ്റീവ് സെന്റൻസിന് ഏതാണ്? ഒബ്ജക്റ്റ് ഉള്ള ഇമ്പരേറ്റീവ് സെന്റൻസിന്, ഒബ്ജക്റ്റ് ഉള്ള ഇമ്പരേറ്റീവ് സെന്റൻസിന് നമ്മൾ പാസീവിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ അവിടെ ഒരു സ്ട്രക്ചർ അപ്ലൈ ചെയ്യും. ശ്രദ്ധിച്ചോ? ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3. ഏതാണ്? ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3. റിമൈനിങ് പാർട്ട് ഉണ്ടെങ്കിൽ അത് എൻഡിൽ. കണ്ടോ? ഇനി നെഗറ്റീവ്, ഇവിടെ ഡോണ്ട് പോലെ നെഗറ്റീവ് ഇമ്പരേറ്റീവ് ആണെങ്കിൽ ലെറ്റ് കഴിഞ്ഞിട്ട് നോട്ട്. കണ്ടോ? ലെറ്റ് നോട്ട് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3. ഇത് പഠിച്ചു വെച്ചിരിക്കണം. കണ്ടോ? അപ്പൊ ഇമ്പരേറ്റീവ് സെന്റൻസ്, ഒബ്ജക്റ്റ് ഉള്ള ഇമ്പരേറ്റീവ്സ് നമുക്ക് ഇങ്ങനെ മാറ്റാം. ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3. നെഗറ്റീവ് ആണെങ്കിൽ ലെറ്റ് കഴിഞ്ഞ് നോട്ട്. ക്ലിയർ ആണോ? ഓക്കെ, നമ്മുടെ ആൻസർ സ്ട്രക്ചർ നോക്ക്. ലെറ്റ് ദ പേഷ്യന്റ് ഈസ് നോട്ട്. ഇവിടെ ഈസ് ഒന്ന് നമ്മൾ സ്ട്രക്ചറിൽ പറഞ്ഞില്ലല്ലോ, അപ്പൊ ഇത് വരത്തില്ല. ലെറ്റ് ദ പേഷ്യന്റ് ആർ നോട്ട്, ആർ നമ്മൾ സ്ട്രക്ചറിൽ പറഞ്ഞോ? വരത്തില്ല. ഇവിടെ ബി എന്ന് പറഞ്ഞത് ബി അതുപോലെ എഴുതാനാ, അല്ല ബിയുടെ ഫോം അല്ല, BEB അതുപോലെ എഴുതാനാ. ഇനി ലെറ്റ് നോട്ട് ദ പേഷ്യന്റ് ബി ഡിസ്റ്റർബ്ഡ്, ലെറ്റ് നോട്ട് ദ പേഷ്യന്റ് ബി ഡിസ്റ്റർബ്. ഇവിടെ സ്ട്രക്ചർ ലെറ്റ് പ്ലസ് നോട്ട് വന്നു. ഒബ്ജക്റ്റ് ആരാ? ഒബ്ജക്റ്റ് ദ പേഷ്യന്റ് വന്നു, ബി വന്നു. ഡിസ്റ്റർബിന്റെ തേർഡ് ഫോം ഏതാ? ഡിസ്റ്റർബ്ഡ്. അപ്പൊ ആൻസർ ഏതാ? ലെറ്റ് നോട്ട് ദ പേഷ്യന്റ് ബി ഡിസ്റ്റർബ്ഡ്. ക്ലിയർ ആണോ? അതായത് ലെറ്റ് വന്നു, ഇനി ഡോണ്ട് ഉണ്ടായതുകൊണ്ട് നോട്ട് ചേർത്തു. ലെറ്റ് നോട്ട്, ഒബ്ജക്റ്റ് ഏതാണ്? ദ പേഷ്യന്റ്. ലെറ്റ് നോട്ട് ദ പേഷ്യന്റ്, ഇനി ബി ചേർത്തു. ഡിസ്റ്റർബിന്റെ തേർഡ് ഫോം ഏതാണ്? ഡിസ്റ്റർബ്ഡ്. ഏതാണ്? ഡിസ്റ്റർബ്ഡ്. ക്ലിയർ ആണോ? അപ്പൊ എന്തുകൊണ്ടാണ് ഡി വരാഞ്ഞത്? ഇവിടെ ഡിസ്റ്റർബ് എന്നേ വന്നിട്ടുള്ളൂ, V3 വന്നിട്ടില്ല. ഓക്കെ ആണോ? അപ്പം സി ആയിരുന്നു ആൻസർ. ക്ലിയർ ആണോ? അപ്പം ഇമ്പരേറ്റീവ് സെന്റൻസ്, അത് ഒബ്ജക്റ്റ് ഉള്ള ഇമ്പരേറ്റീവ്സ് നമ്മൾ എങ്ങനെയാ മാറ്റുക? ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3. നെഗറ്റീവ് ആണെങ്കിൽ ലെറ്റ് കഴിഞ്ഞിട്ട് നോട്ട് ചേർക്കണം. ഓക്കെ ആണോ? ഇത് പലപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്, പഠിച്ചു വെച്ചോണം. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, അടുത്ത ചേഞ്ച് ദി വോയിസ്. വോയിസ് ചേഞ്ച് ചെയ്യാനാ. നോക്കേ, ദ ഫാൻ ഈസ് റൊട്ടേറ്റഡ് ബൈ ആൻ എൻജിൻ. എന്താ തന്നിരിക്കുന്നത്? ദ ഫാൻ ഈസ് റൊട്ടേറ്റഡ് ബൈ ആൻ എൻജിൻ. ഇവിടെ ചേഞ്ച് വോയിസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ
അല്ലെങ്കിൽ ചേഞ്ച് ആക്റ്റീവ് എന്നോ ചേഞ്ച് പാസീവ് എന്നോ തന്നിട്ടില്ല, ചേഞ്ച് വോയിസ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് ഏത് വോയിസിലാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ദ ഫാൻ ഈസ് റൊട്ടേറ്റഡ് ബൈ ആൻ എൻജിൻ. ഇവിടെ ഫാൻ കഴിഞ്ഞ് ഈസ് ഉണ്ട്, റൊട്ടേറ്റിന്റെ തേർഡ് ഫോം ആണ് റൊട്ടേറ്റഡ്. കണ്ടോ, അപ്പം സബ്ജക്റ്റ് കഴിഞ്ഞ് ഈസ് ഉണ്ട്, V3 ഉണ്ട്. അപ്പം ഈസ് ആർ ആം പ്ലസ് V3 വരുന്നത് സിമ്പിൾ പ്രസന്റിന്റെ പാസീവിലാണ്. എവിടെയാ? സിമ്പിൾ പ്രസന്റ് പാസീവ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഏതാ? സിമ്പിൾ പ്രസന്റ്, പക്ഷെ പാസീവ് ആണ്. സിമ്പിൾ പ്രസന്റ് പാസീവ്. അപ്പോൾ ഓർത്തോണം, സബ്ജക്റ്റ് കഴിഞ്ഞ് ഈസ് ആർ ആം പ്ലസ് V3 വെർബിന്റെ തേർഡ് ഫോം, ഇത് വരുന്നത് സിമ്പിൾ പ്രസന്റിന്റെ പാസീവ്. സിമ്പിൾ പ്രസന്റിന്റെ പാസീവ്. അപ്പൊ നമുക്ക് മാറ്റേണ്ടത് സിമ്പിൾ പ്രസന്റിന്റെ ആക്റ്റീവ്. നമ്മൾ ടെൻസിൽ പഠിച്ചിട്ടുണ്ട് ആക്റ്റീവിന്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് V1 അല്ലെങ്കിൽ V1 പ്ലസ് എസ് ഓർ ES. കണ്ടോ, നെഗറ്റീവ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നെഗറ്റീവിന്റെ സ്ട്രക്ചർ ഇവിടെ ചിന്തിക്കേണ്ട. ക്ലിയർ ആണോ? പക്ഷെ ഇവിടെ ഈസിന്റെ കൂടെ നോട്ട് ഉണ്ടായിരുന്നെങ്കിൽ, ഈസിന്റെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിവിടെ നെഗറ്റീവിന്റെ സ്ട്രക്ചർ ചിന്തിക്കണമായിരുന്നു. കാരണം പാസീവ് നെഗറ്റീവ് ആണെങ്കിൽ ആക്റ്റീവ് നെഗറ്റീവ് തന്നെ വരണം. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ നെഗറ്റീവ് ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം ഇവിടെ നെഗറ്റീവിന്റെ സ്ട്രക്ചർ ചിന്തിക്കേണ്ട. ഏത് സ്ട്രക്ചർ മതി? സബ്ജക്റ്റ് പ്ലസ് V1. നോക്കേ, ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരേണ്ടത് പാസീവിലെ ഏജന്റ് ആണ്, ആക്റ്റീവില് സബ്ജക്റ്റ് ആൻ എൻജിൻ. കണ്ടോ, റൊട്ടേറ്റ്സ് V1 റൊട്ടേറ്റിന്റെ സിംഗുലർ ആണ് റൊട്ടേറ്റ്സ്. രണ്ടാമത്തെ ഓപ്ഷനിൽ റൊട്ടേറ്റഡ് അല്ലേ? വരത്തില്ല. മൂന്നാമത്തത് ഈസ് റൊട്ടേറ്റഡ് വരത്തില്ല. നാലാമത്തെ ഹാസ് റൊട്ടേറ്റഡ് വരത്തില്ല. അപ്പൊ ഏത് ആൻസർ? ആൻ എൻജിൻ റൊട്ടേറ്റ്സ് ദ ഫാൻ. കണ്ടോ, ആൻ എൻജിൻ റൊട്ടേറ്റ്സ്, അതായത് V1 സിംഗുലർ, ഫാൻ സിംഗുലർ ആയതുകൊണ്ട് റൊട്ടേറ്റ്സ് എന്ന് വന്നു. ക്ലിയർ ആണോ? അപ്പൊ ആൻ എൻജിൻ റൊട്ടേറ്റ്സ് ദ ഫാൻ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പം വ്യക്തമായിട്ട് നോക്കിയിട്ടേ ആൻസർ ചെയ്യാവൂ. അപ്പൊ ഇവിടെ തന്നിരുന്ന സെന്റൻസിൽ ദ ഫാൻ ഈസ് റൊട്ടേറ്റഡ് ബൈ ആൻ എൻജിൻ, അവിടെ ഫാൻ കഴിഞ്ഞ് സബ്ജക്റ്റ് കഴിഞ്ഞ് ഈസ് ഉണ്ടായിരുന്നു, V3 ഉണ്ടായിരുന്നു. അപ്പൊ ഈസ് പ്ലസ് V3 അല്ലെങ്കിൽ ആർ പ്ലസ് V3 അല്ലെങ്കിൽ ആം പ്ലസ് V3 വരുന്നത് സിമ്പിൾ പ്രസന്റിന്റെ പാസീവിലാണ്. അപ്പൊ അതിനെ ആക്റ്റീവിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് V1 അല്ലെങ്കിൽ V1 പ്ലസ് എസ് ഓർ ES, അതാണ് സ്ട്രക്ചർ. ക്ലിയർ ആണല്ലോ? അപ്പൊ ആ സ്ട്രക്ചറിൽ നമ്മൾ ആൻസർ ആൻ എൻജിൻ റൊട്ടേറ്റ്സ് ദ ഫാൻ. ഓക്കെ ആണോ? സംശയം ഇത് തിരിച്ചങ്ങോട്ടാക്കി നോക്കേ, നമ്മൾ പാസീവിലേക്ക്. അപ്പം ആൻ എൻജിൻ റൊട്ടേറ്റ്സ് ദ ഫാൻ, ഇവിടെ ഒബ്ജക്റ്റ് ഫാൻ അല്ലേ, അതങ്ങ് സബ്ജക്റ്റ് ആയി മാറി. കണ്ടോ, ദ ഫാൻ സിമ്പിൾ പ്രസന്റ് അല്ലേ, ഈസ് ആർ ആം ടു ബിയുടെ ഫോം, ഫാൻ ഒന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഈസ്. കണ്ടോ, ദെൻ V3 റൊട്ടേറ്റിന്റെ V3 റൊട്ടേറ്റഡ്. ഇനി ബൈ, കണ്ടോ, ആക്റ്റീവിലെ സബ്ജക്റ്റ് പാസീവിലെ ഏജന്റ് ആയി. ഓക്കെ ആണല്ലോ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഹു ടോട്ട് യു ടു സിംഗ്. ഇതൊരു ക്വസ്റ്റ്യനാണ്. എന്താണ്? ഹു ടോട്ട് യു ടു സിംഗ്. ചേഞ്ച് ഇൻ ടു പാസീവ്, എന്തിലേക്ക് മാറ്റാൻ? പാസീവിലേക്ക്. അതിനർത്ഥം തന്നിരിക്കുന്ന ആക്റ്റീവിലാണ്. ഹു ടോട്ട് യു ടു സിംഗ്. ഇവിടെ ഹു ചേർത്തല്ലേ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഹു ചേർത്ത് ക്വസ്റ്റ്യൻ വരുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ പാസീവില് ബൈ ഹൂം ഉണ്ടായിരിക്കും. ആരുണ്ടാവും? ബൈ ഹൂം. അപ്പം ബൈ ഹൂം ഇല്ലാത്ത ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം. ബൈ ഹൂം ഇല്ലാത്ത ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. അപ്പൊ ഇവിടെ എല്ലാത്തിലും ബൈ ഹൂം ഉണ്ട്, അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. കണ്ടോ, ഇനി ഇവിടെ ഹു കഴിഞ്ഞ് ടോട്ടല്ലേ, ടീച്ചിന്റെ പാസ്റ്റ് ഫോം ആണ് ടോട്ട്. ടീച്ച്, ടോട്ട്, ടോട്ടെന്ന, അങ്ങനെയാണ്. TEACH ടീച്ചർ, TAUGHT ടോട്ട്, തേർഡ് ഫോം എന്ത് തന്നെ? TAUGHT ടോട്ട്. ടീച്ച്, ടോട്ട്, ടോട്ട്. അതായത് ടീച്ചിന്റെ തേർഡ് ഫോം ആണ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഫോമും തേർഡ് ഫോമും ഏത് തന്നെയാണ്? ടോട്ട്. അപ്പൊ ഇവിടെ സെക്കൻഡ് ഫോം ആണ്, സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് നേരെ കൊടുത്തിരിക്കല്ലേ V2 സെക്കൻഡ് ഫോം. അപ്പൊ നമ്മൾ പഠിച്ചു V2 വരുന്നത് ഏത് ടെൻസിലാ? സിമ്പിൾ പാസ്റ്റ്. ഏത് ടെൻസിലാ? സിമ്പിൾ പാസ്റ്റ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ക്ലിയർ ആണോ? ദെൻ നമ്മൾ പഠിച്ചല്ലോ സിമ്പിൾ പാസ്റ്റിൽ ടു ബിയുടെ ഫോം ഏതൊക്കെയാ? വാസും വേറും. ഏതൊക്കെയാണ്? വാസ് ഓർ വേർ, വെർബിന്റെ തേർഡ് ഫോം ആണല്ലോ. വാസ് ഓർ വേർ, വെർബിന്റെ തേർഡ് ഫോം. അങ്ങനെയാണല്ലോ സിമ്പിൾ പാസ്റ്റ്. വാസ് ഓർ വേർ ടു ബിയുടെ ഫോം V3 ആയിട്ട് ഏത് വരും? വെർബിന്റെ V3 വരും കൂടെ. ഓക്കെ, അപ്പൊ ഇവിടെ ബൈ ഹോം കഴിഞ്ഞിട്ട് നോക്കണം. ഇവിടെ വാസ് വന്നിട്ടുണ്ടോ? യു ടോട്ട് ടു സിംഗ് വന്നിട്ടില്ല, അത് വരത്തില്ല. ഇവിടെ വാസ് ഉണ്ട്, ഇവിടെ വേറുണ്ട്, ഇവിടെ വേറുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഇവിടെ സബ്ജക്റ്റ് യു അല്ലേ? യു. ഹു ടോട്ട് യു, അതായത് ഒബ്ജക്റ്റ് യു ആണ്. ആക്റ്റീവില് ഒബ്ജക്റ്റ് യു, ആ യു ആണല്ലോ പാസീവില് സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരേണ്ടത്. അപ്പൊ യു സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? പ്ലൂറൽ ആണ്. യു എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്? പ്ലൂറൽ. അപ്പൊ വാസ് ആയിരിക്കോ വേറായിരിക്കോ വരുന്നത്? വേറല്ലേ വരുത്തോള്. അപ്പൊ ഈ വാസും ചിന്തിക്കേണ്ട കാര്യമില്ല.
അപ്പം ഇനി ബൈ ഹോം വേർ യു ടോട്ട് ഉണ്ട്, ബൈ ഹോം വേർ യു ഹാവ് ബീൻ ടോട്ട് ഉണ്ട്. ഇവിടെ ഹാവ് ബീൻ ഒക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? അതിൻ്റെ ഒരു കാര്യം ഇവിടെ ഇല്ലല്ലോ. അപ്പം ഏത് ആൻസർ? ബൈ ഹൂം വേർ യു ടോട്ട് ടു സിങ്. ക്ലിയർ ആണോ? അത് ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി എഴുതി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഹൂ ടോട്ട് യു ടു സിങ് അല്ലേ, സിമ്പിൾ പാസ്റ്റ് ആണല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബൈ എന്തായാലും ഹൂ വരുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡായിട്ട് എന്ത് തന്നെ നിൽക്കും? ബൈ ഹൂം. ഇനി ഇവിടെ ഒബ്ജക്റ്റ് യു അല്ലേ, യുവിൻ്റെ കൂടെ വാസ് ആണോ വേറാണോ വരേണ്ടത്? വേർ. അപ്പം നോർമലി നമ്മൾ എഴുതുന്നത് സ്റ്റേറ്റ്മെൻറ്റ് യു വേറെന്നല്ലേ, പക്ഷേ ക്വസ്റ്റ്യൻ ആകുമ്പോൾ സബ്ജക്റ്റിന് മുമ്പ് ഓക്സിലറി പോകണം. അതുകൊണ്ട് ഇവിടെ വേർ കഴിഞ്ഞിട്ടേ സബ്ജക്റ്റ് വരാവും. കണ്ടോ? അപ്പം ബൈ ഹൂം വേർ യു. ക്ലിയർ ആണോ? ഇനി ടു ബി കഴിഞ്ഞാൽ V3 അല്ലേ ഇവിടെ വരേണ്ടത്. ടീച്ചിൻ്റെ തേർഡ് ഫോം എന്തുവാ? ടോട്ട്, TH ടോട്ട്. ടു സിങ് ഇൻഫിനിറ്റീവ് അതുപോലെ എഴുതി. ഇത്രയേ ഉള്ളൂ. ബൈ ഹൂം വേർ യു ടോട്ട് ടു സിങ്. ക്ലിയർ ആണോ? ദെൻ അടുത്ത ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. എ റിംഗ് റോഡ് ഡാഷ് അറൌണ്ട് ദ സിറ്റി. എന്താണ് ക്വസ്റ്റ്യൻ? എ റിംഗ് റോഡ് ഡാഷ് അറൌണ്ട് ദി സിറ്റി. എ റിംഗ് റോഡ് ഡാഷ് അറൌണ്ട് ദ സിറ്റി. കണ്ടോ? ഇവിടെ ഫില്ല് ചെയ്യാനാ എന്താ തന്നിരിക്കുന്നത്? ഫില്ല് ചെയ്യാനാ തന്നിരിക്കുന്ന. ഇവിടെ ഓപ്ഷൻ നോക്കേ. ഈസ് ബിൽഡിംഗ്, ഈസ് ബിൽഡിംഗ്, ഈസ് പ്ലസ് ING, പ്രസന്റ് കണ്ടിന്യൂസ് ആക്റ്റീവ്. ഹാവ് ബീൻ ബിൽഡിംഗ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആക്റ്റീവ്. ഈസ് ബീങ് ബിൽറ്റ്. എപ്പോഴും ഓർത്തോണം ഈ ബീങ്, BEING, ബീങ് വരുന്നത് പാസീവിലാണ്. ബീങ് വരുന്നത് പാസീവ്. അപ്പൊ ഇത് പാസീവ് ആണ്. ഇതെന്താണ്? പാസീവ്. എന്തിന്റെ പാസീവ്? പ്രസന്റ് കണ്ടിന്യൂസിന്റെ. കാരണം ഈസ് ഉണ്ട്, ബീങ് വരുന്ന കണ്ടിന്യൂസ് ടെൻസിലല്ലേ. ഈസ് ബീങ് ബിൽറ്റ് അല്ലേ, പ്രസന്റ് കണ്ടിന്യൂസ്. ഇനി ഹാസ് ബിൽറ്റ്, പ്രസന്റ് പെർഫെക്റ്റ് ആക്റ്റീവ്. അപ്പം ഇതും ആക്റ്റീവ് ആയിരുന്നു, ഇതും ആക്റ്റീവിന്റെ സ്ട്രക്ചറാണ്, ഇതും ആക്റ്റീവിന്റെ സ്ട്രക്ചറാണ്. ഇതിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഏതിന്റെ സ്ട്രക്ചർ? പാസീവ്. ഈസ് ബീങ് ബിൽറ്റ്. അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മുടെ സെന്റൻസ് എ റിംഗ് റോഡ് ഡാഷ് അറൌണ്ട് ദ സിറ്റി എന്നല്ലേ. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കേ. ഈ ബിൽഡ് ചെയ്യുക, നിർമ്മിക്കുക എന്ന പ്രവൃത്തി ചെയ്യുന്ന റോഡാണോ? അല്ലല്ലോ, റോഡ് നിർമ്മിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്. അപ്പം പ്രവൃത്തി ചെയ്യുന്നത് റോഡല്ല, ആണോ? അപ്പം ചെയ്യപ്പെട്ട കർമ്മമാണ് എ റിംഗ് റോഡ്. ക്ലിയർ ആണോ? അതായത് ആക്റ്റീവിലെ ഒബ്ജക്റ്റ് ഇവിടെ ബിഗിനിങ്ങിൽ വന്നിരിക്കുക. കണ്ടോ? കാര്യം മനസ്സിലായോ? പ്രവൃത്തി ചെയ്തത് റോഡല്ല, റോഡ് നിർമ്മിക്കപ്പെടുകയാണ്. അപ്പം ചെയ്യപ്പെട്ട കർമ്മം ഒബ്ജക്റ്റ് ആണ് ബിഗിനിങ്ങിൽ വന്നിരിക്കുന്നത്. അപ്പൊ അത് ഏത് വോയിസിലായിരിക്കും? പാസീവ് വോയിസിലാണ്. ഏത് വോയിസിലാണ്? പാസീവ് വോയിസിലാണ്. ഇവിടെ പാസീവ് വോയിസിൽ ഒരൊറ്റ സ്ട്രക്ചറേ തന്നിട്ടുള്ളൂ. ഏതാണ്? ഈസ് ബീങ് ബിൽറ്റ്. ഇതാണ് ആൻസർ. ഈസ് ബീങ് ബിൽറ്റ്. ക്ലിയർ ആണോ? ഏതിന്റെ പാസീവാ? പ്രസന്റ് കണ്ടിന്യൂസിന്റെ പാസീവ്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ആക്റ്റീവിൽ നിന്നാക്കി തരാം, ആക്റ്റീവിലേക്ക് ചേഞ്ച് ചെയ്ത് തരാം. ഇവിടെ ബൈ ഏജന്റ് തന്നിട്ടില്ല, ഉണ്ടോ? ബൈ ഏജന്റ് തരുമ്പോൾ അതാണ് ആക്റ്റീവിൽ സബ്ജക്റ്റ്. ഇവിടെ തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കാര്യം റോഡ്, റിംഗ് റോഡ് നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ അവരെന്ന് എടുക്കാം സബ്ജക്റ്റ് ആയിട്ട് നമുക്ക്. അപ്പം ദേ, കണ്ടോ? ദേ, അല്ലെങ്കിൽ വേണമെങ്കിൽ ഗവൺമെന്റ് എന്നോ അങ്ങനെയൊക്കെ നമുക്ക് സബ്ജക്റ്റ് അവിടെ എടുക്കാം. അപ്പൊ ദേ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ ദേ എടുത്തു. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ഈസ്, ആർ, ആം പ്ലസ് വെർബിന്റെ ING അല്ലേ. ദേയുടെ കൂടെ ആറല്ലേ വരൂ. ദേ ആർ. ബിൽഡിന്റെ ING എന്താണ്? ബിൽഡിംഗ്. ദേ ആർ ബിൽഡിംഗ്. എന്തോ നിർമ്മിച്ചത്? ഒബ്ജക്റ്റ് എ റിംഗ് റോഡ്. കണ്ടോ? എവിടെയാ? അറൗണ്ട് ദി സിറ്റി. ഇതാണ് ആക്റ്റീവ്. കണ്ടോ? എന്തുകൊണ്ടാണ് ഞാൻ ദേ തന്നെ എടുത്തേ? നിങ്ങൾക്കൊരു സംശയം വരും. എന്തുകൊണ്ടാണ് ദേ തന്നെ? ഇവിടെ ഹി ആയിരുന്നെങ്കിൽ ബൈ ഹിം എന്ന് പറയണമായിരുന്നു. ഷീ ആയിരുന്നെങ്കിൽ ബൈ ഹെർ എന്ന് തന്നെ പറയുമായിരുന്നു. അല്ലെങ്കിൽ മറ്റൊരു ഏജന്റ് അതുപോലെ പറയുമായിരുന്നു. അപ്പൊ ഇവിടെ ബൈ പ്ലസ് ഏജന്റ് തന്നില്ല. അത് പലപ്പോഴും ദേ വരുമ്പോൾ ചില സന്ദർഭങ്ങൾ ഒഴിവാക്കി കളയാറുണ്ട്. ബൈ ദം എന്ന് പറയാറില്ല ചില സന്ദർഭങ്ങൾ, പക്ഷെ കൂടുതലും പറയും ബൈ ദം എന്ന്, അല്ലെങ്കിൽ സംവൺ അല്ലെങ്കിൽ സംബടി, അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ. പക്ഷെ അതല്ല, ഇവിടെ നിർമ്മിച്ച ഒരാളുണ്ടല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ദേ തന്നെ ഞാൻ എന്ത് ചെയ്തു? എടുത്തു. കാരണം ബൈ ദം, ബൈ പ്ലസ് ഏജന്റ് തരാഞ്ഞത് കൊണ്ട് എന്തെടുത്തതാണ്? ദേ. അപ്പം ദേ ആർ ബിൽഡിംഗ് എ റിംഗ് റോഡ്. ഇതിന്റെ പാസീവ് ആണ്. എ റിംഗ് റോഡ് ഈസ് ബീങ് ബിൽറ്റ് അറൌണ്ട് ദ സിറ്റി. ബൈ ദം എന്ന് പറഞ്ഞില്ല. ക്ലിയർ ആണോ? നെക്സ്റ്റ്, ദ പാസീവ് ഫോം ഓഫ് ഷീ വാസ് കറക്റ്റിംഗ് അവർ പേപ്പേഴ്സ്. എന്താണ്? ഷീ വാസ് കറക്റ്റിംഗ്. സെന്റൻസ് കണ്ടോ? ഷീ വാസ് കറക്റ്റിംഗ് അവർ പേപ്പേഴ്സ്. അതിന്റെ പാസീവ് ഫോം, അതായത് തന്നിരിക്കുന്ന ആക്റ്റീവിലാണ്, നമ്മൾ എന്തിലേക്ക് മാറ്റണം? പാസീവിലേക്ക് മാറ്റണം. നോക്കേ, ഇവിടെ ഷീ ആണ് സബ്ജക്റ്റ്, ഓക്സിലറി ആയിട്ട് വാസ് ഉണ്ട്, കറക്റ്റ്, കറക്റ്റിന്റെ ING ആണല്ലോ കറക്റ്റിങ്. അപ്പൊ സബ്ജക്റ്റ് പ്ലസ് വാസ് പ്ലസ് ING. സബ്ജക്റ്റ് ഉണ്ട്, വാസ് ഉണ്ട്, ING. ഏത് ടെൻസാ? പാസ്റ്റ് കണ്ടിന്യൂസ്.
ടെൻസ് മനസ്സിലായല്ലേ? വാസ് ഓർ വെയർ പ്ലസ് ING പാസ്റ്റ് കണ്ടിന്യൂസ് അല്ലേ? അപ്പൊ നമുക്ക് തന്നിരുന്നത് പാസ്റ്റ് കണ്ടിന്യൂസിന്റെ ഒരു സെന്റൻസ് കണ്ടോ? പാസ്റ്റ് കണ്ടിന്യൂസ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തണം. എന്താണെന്നറിയാമോ? കണ്ടിന്യൂസ് ടെൻസിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ ടു ബിയുടെ ഫോമായിട്ട് ബീയിങ് വരും. ആര് വരും? BEING ബീയിങ്. കണ്ടോ? ബീയിങ് ഇല്ലാത്തത് നമുക്ക് ഒഴിവാക്കാം. ഇവിടെ നോക്കേ, ബീയിങ് ഉണ്ട്, എ ഓപ്ഷനിൽ ബീയിങ് ഉണ്ട്, ബി ഓപ്ഷനിൽ ബീയിങ് ഉണ്ട്. പക്ഷെ സിയിലും ഡിയിലും ബീയിങ് ഉണ്ടോ? ഇല്ല. ഇവർ രണ്ടുപേരെ ഒഴിവാക്കാം. ക്ലിയർ ആണോ? ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് അല്ലേ? തൊട്ടു മുമ്പിൽ ബീയിങ്ങിന് മുമ്പിൽ നിൽക്കേണ്ട ഓക്സിലറി വാസ് അല്ലെങ്കിൽ വേറ. പാസ്റ്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട്. പ്രസന്റ് കണ്ടിന്യൂസ് ആയിരുന്നെങ്കിൽ ഈസോ ആറോ ആമോ നിന്നേനെ. പാസ്റ്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് വാസ് അല്ലെങ്കിൽ വേർ. അത് കഴിഞ്ഞിട്ടാണ് ബീയിങ്, അത് കഴിഞ്ഞിട്ടാണ് V3. ക്ലിയർ ആണോ? ഇനി ഇവിടെ ഒബ്ജക്റ്റ് ഏതാ? അവർ പേപ്പേഴ്സ്. അവർ പേപ്പേഴ്സ് അല്ലേ സബ്ജക്റ്റ് ആയിട്ട് വരേണ്ടത്? പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ അല്ലേ? അപ്പം വാസ് ആണോ വേറാണോ? വേറല്ലേ? അപ്പോൾ ഏത് ആൻസർ? അവർ പേപ്പേഴ്സ് വെയർ ബീങ് കറക്റ്റഡ് ബൈ ഹർ. കണ്ടോ? ഇവിടെ വാസ് ആയിരുന്നു, പേപ്പേഴ്സ് പ്ലൂറലാ, പേപ്പേഴ്സിന്റെ കൂടെ വാസ് വരത്തില്ല. പക്ഷെ പേപ്പർ എന്നേ ഉള്ളായിരുന്നു എങ്കിൽ, പേപ്പർ മാത്രമേ ഉള്ളായിരുന്നുവെങ്കിൽ നമുക്ക് വാസ് കൊടുക്കാം. പക്ഷെ പേപ്പേഴ്സ് എന്ന് വന്നതുകൊണ്ട് എന്ത് തന്നെ കൊടുക്കണം? വെയർ. ക്ലിയർ ആണോ? അപ്പൊ അവർ പേപ്പേഴ്സ് വെയർ ബീങ് കറക്റ്റഡ് ബൈ ഹർ. ക്ലിയർ ആയോ? നെക്സ്റ്റ്, ഈസ് മലയാളം സ്പോക്കൺ ബൈ ദം. എന്താണ് സെന്റൻസ്? ഈസ് മലയാളം സ്പോക്കൺ ബൈ ദം. ഇതൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? എൻ്റെ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിരിക്കുന്നുണ്ടോ? ഈസ് മലയാളം സ്പോക്കൺ ബൈ ദം. ചേഞ്ച് വോയിസ്. അത് വോയിസ് ചേഞ്ച് ചെയ്യുക എന്നേ പറഞ്ഞോളൂ. അതായത് ആക്റ്റീവിലേക്ക് മാറ്റാനോ പാസീവിലേക്ക് മാറ്റോ എന്ന് തന്നിട്ടില്ല. ചേഞ്ച് വോയിസ്. അതിനർത്ഥം നമ്മൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഏത് വോയിസിലാണ്, ഏത് ടെൻസ് ആണെന്നൊന്ന് മനസ്സിലാക്കണം. ഇവിടെ ബിഗിനിങ്ങിൽ ഈസ് ഉണ്ട്. ബിഗിനിങ്ങിൽ ആരുണ്ട്? ഈസ്. സ്പീക്കിന്റെ തേർഡ് ഫോം ആണ് സ്പോക്കൺ. സ്പോക്കൺ V3. അപ്പൊ ഈസും V3യും ഉണ്ടെങ്കിൽ സിമ്പിൾ പ്രസന്റിന്റെ പാസീവ്. സിമ്പിൾ പ്രസന്റിന്റെ പാസീവ്. പക്ഷേ എസ് ഓർ നോ ക്വസ്റ്റ്യൻ. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്, പാസീവ് തന്നിരിക്കുന്നത് എസ് ഓർ നോ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആവശ്യം എന്തുവാ? സിമ്പിൾ പ്രസന്റ് ടെൻസ്. ടെൻസ് ചെയ്ത് തന്നെ നമുക്ക് ആവശ്യം സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് ആണല്ലോ. സിമ്പിൾ പ്രസന്റിൽ ആക്റ്റീവ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ. സിമ്പിൾ പ്രസന്റ് ആക്റ്റീവ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഈ സ്ട്രക്ചർ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. ഡു ഓർ ഡസ്. സിമ്പിൾ പ്രസന്റിൽ ആക്റ്റീവിന്റെ എസ് ഓർ നോ ക്വസ്റ്റ്യന്റെ സ്ട്രക്ചറാ ഡു ഓർ ഡസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1. ഒബ്ജക്റ്റ് ഓർ റിമൈനിങ് പാർട്ട് ഓഫ് ദി സെന്റൻസ്. എങ്ങനെയാ വന്നത്? ഡു ഓർ ഡസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന സ്ട്രക്ചറിൽ ഈസ് പ്ലസ് V3 അല്ലെങ്കിൽ ആർ പ്ലസ് V3 അല്ലെങ്കിൽ ആം പ്ലസ് V3 അതിന്റെ ഒരു ക്വസ്റ്റ്യൻ മോഡലാണ് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ നേരെ ഓപ്ഷനിൽ ആദ്യം നോക്കേണ്ടത് ഡു അല്ലെങ്കിൽ ഡസിൽ തുടങ്ങുന്ന ഏത് ഓപ്ഷൻ നോക്കണം. ഇത് ഡിഡ് അല്ലേ? വരത്തില്ല. ഇതും ഡിഡ് അല്ലേ? ബി വരത്തില്ല. അടുത്ത ആറല്ലേ? വരത്തില്ല. ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ഡു ദേ സ്പീക്ക് മലയാളം. അത് തന്നെ അതിൻ്റെ ആൻസർ. ക്ലിയർ ആണോ? ഡു ദേ സ്പീക്ക് മലയാളം. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, അല്ലെങ്കിൽ ഈ ആൻസർ എന്തുകൊണ്ട് ശരിയായി എന്ന് നോക്കാം. ദാ നോക്കേ, ഇവിടെ ബൈ ദം അല്ലേ? അപ്പം പിന്നെ പാസീവില് ബൈ പ്ലസ് ഏജന്റ് ആണല്ലോ, ആക്റ്റീവില് സബ്ജക്റ്റ്. ദം സബ്ജക്റ്റ് ആവുമ്പം ദേയ ആണല്ലോ. ഇവിടെ ഡു ഓർ ഡസ് അല്ലേ? അപ്പം ദേയുടെ കൂടെ പ്ലൂറലായ ആരേ വരൂ? ദേ. ഡു. അപ്പം ഡു ദേ. ക്ലിയർ ആണോ? ഇനി V1 അല്ലേ വരേണ്ടത്? സ്പീക്ക്. V1 സ്പോക്കന്റെ V1 ഏതാ? സ്പീക്ക്. അപ്പൊ ഡു ദേ സ്പീക്ക്. ഇവിടെ ഒബ്ജക്റ്റ് ഏതാണ്? മലയാളം. കണ്ടോ? ഇതാണ് ക്വസ്റ്റ്യൻ. ഡു ദേ സ്പീക്ക് മലയാളം. ക്ലിയർ ആണോ? അപ്പൊ ഇതിന്റെ പാസീവ് ആണ് ഈസ് മലയാളം സ്പോക്കൺ ബൈ ദം. ഇനി ഇങ്ങനെയാണ് തന്നിരുന്നത് പരീക്ഷയ്ക്ക്. ചേഞ്ച് വോയിസ്. ഡു ദേ സ്പീക്ക് മലയാളം ആണല്ലോ. ഇതിനെ നമ്മൾ പാസീവിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡു ഓർ ഡസിൽ ക്വസ്റ്റ്യൻ തുടങ്ങുമ്പോൾ അത് സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് ആണല്ലോ. അപ്പൊ നമ്മുടെ മനസ്സിൽ വരണം തുടക്കത്തിൽ ഈസ് ആർ ആം ഇതിലൊന്നാണ്. ഓക്കെ. ഇനി ഈസ് ആണോ ആറാണോ എന്ന് തീരുമാനിക്കുന്ന ആക്റ്റീവിലെ ഒബ്ജക്റ്റാ. മലയാളം ഒരു ലാംഗ്വേജിന്റെ പേരാ. അപ്പം സിംഗുലർ അല്ലേ? അതുകൊണ്ട് ഈസ് മലയാളം. കണ്ടോ? ഈസ് മലയാളം. ഇനി സ്പീക്കിന്റെ തേർഡ് ഫോം ഏതാ? സ്പോക്കൺ. റിമൈനിങ് പാർട്ട് വേറെ ഒന്നുമില്ല. ബൈ ദേ അങ്ങ് എന്താവും? ദമ്മാവും. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പം പ്രാക്ടീസ് ചെയ്യണം. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ദെൻ അടുത്തത് ഈസ് എ ലെറ്റർ ഡാഷ് ബൈ യു. ഏതാണ്? ഈസ് എ ലെറ്റർ ഡാഷ് ബൈ യു. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കിടക്കുന്നുണ്ടോ? അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്.
ഇനി ഫില്ല് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് പാസീവിലാണോ ആക്റ്റീവിലാണോ നമുക്ക് നോക്കാം. ഈസ് എ ലെറ്റർ ഡാഷ് ബൈ യു. ഇവിടെ തുടക്കത്തിൽ ഈസ് ഉണ്ട്, തുടക്കത്തിൽ ആരുണ്ട്? ഈസ് ഉണ്ട്, ഉണ്ടല്ലോ. എ ലെറ്റർ ഉണ്ട്, ശേഷം ഡാഷ്. അപ്പൊ ഇവിടെ ഒന്നുകിൽ വരേണ്ടത് V3 ആണ്. ഒന്നുകിൽ എന്താ വരേണ്ടത്? V3. പാസീവാ. കാരണം ഇവിടെ ലെറ്റർ ബിഗിനിങ്ങിൽ വരണമെങ്കിൽ, അതായത് സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ലെറ്റർ വരണമെങ്കിൽ അത് പാസീവ് വോയിസാണ്. കാരണം ലെറ്റർ പ്രവൃത്തി ചെയ്യത്തില്ല, ലെറ്റർ ചെയ്യപ്പെടുകയാണല്ലോ ചെയ്യുന്നത്, എഴുതപ്പെടുകയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ലെറ്റർ ബിഗിനിങ്ങിൽ വരണമെങ്കിൽ ഏത് വോയിസാ? അത് പാസീവ് വോയിസാണ്. അപ്പം പാസീവ് വോയിസിന്റെ കൂടെ ഇവിടെ ഈസ് വന്നിട്ടുണ്ട് എങ്കിൽ ഒന്നുകിൽ V3 വരണം, അല്ലെങ്കിൽ എങ്ങനെ വരണം? ബീയിങ് പ്ലസ് V3 വരണം. കണ്ടോ, ഒന്നുകിൽ V3 വരണം, അല്ലെങ്കിൽ എങ്ങനെ വരണം? ബീയിങ് പ്ലസ് V3. അതായത് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ഈസ് പ്ലസ് V3, പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഈസ് ബീയിങ് പ്ലസ് V3. ക്ലിയർ ആണോ? ഓപ്ഷൻ നോക്കി, ഇവിടെ ബീങ് റിട്ടൺ ഉണ്ട്. ബീങ് റിട്ടൺ നമ്മൾ പറഞ്ഞതിനകത്ത് വരുത്തില്ലല്ലോ, വാസ് റിട്ടൺ വരുത്തില്ലല്ലോ, റോട്ട് V3 അല്ലല്ലോ. അപ്പൊ ഏത് ആൻസർ? ബീങ് റിട്ടൺ. അപ്പൊ എങ്ങനെയാ വന്നത്? ഈസ് എ ലെറ്റർ ബീങ് റിട്ടൺ ബൈ യു. കണ്ടോ, ഇതായിരുന്നു ആ സെന്റൻസ്. ഈസ് എ ലെറ്റർ ബീങ് റിട്ടൺ, അതായത് പ്രസന്റ് കണ്ടിന്യൂസിന്റെ പാസീവ് ആയിരുന്നു. ഇനി ഇവിടെ ബീങ് റിട്ടൺ ഇല്ല, പകരം റിട്ടൺ എന്നേ ഉള്ളായിരുന്നു. ആൻസർ അതാണ്, കാരണം ഈസ് പ്ലസ് V3 വരാം, സിമ്പിൾ പ്രസന്റിന്റെ പാസീവ്. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസിന്റെ പാസീവ് ആയിരുന്നു, അതുകൊണ്ടാണ് ബീങ് റിട്ടൺ. ഇതിനെ ഞാൻ നിങ്ങൾക്ക് ആക്റ്റീവിലോട്ട് നാക്കി കാണിച്ചു തരാം. ഇതാ നോക്കണം. ഈ ബൈ പ്ലസ് ഏജന്റ് ആണല്ലോ ആക്റ്റീവിൽ ആരായിട്ട് വരേണ്ടത്? സബ്ജക്റ്റ് ആയിട്ട്. അപ്പൊ യു ആണല്ലോ. ഇവിടെ ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പൊ ക്വസ്റ്റ്യൻ ആണെങ്കിൽ തീർച്ചയായിട്ടും മുമ്പിൽ ഓക്സിലറി വേണ്ടേ? ഇത് ഏത് ടെൻസാ? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലേ? അപ്പം പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ യുവിന്റെ മുമ്പിൽ ആര് വരണം? ആർ. യു പ്ലൂറൽ അല്ലേ? ഈസും ആറോ ആമോ ആണല്ലോ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ വരുന്നത്. യു പ്ലൂറൽ അല്ലേ? അപ്പൊ തുടക്കത്തിൽ ആര് വരണം? ആർ. അപ്പൊ ആർ യു. കണ്ടോ, ആർ യു. ഇനി വെർബിന്റെ ING അല്ലേ വരേണ്ടത് കണ്ടിന്യൂസിൽ? റൈറ്റിന്റെ ING റൈറ്റിംഗ്. ആർ യു റൈറ്റിംഗ്? എന്ത് ഒബ്ജക്റ്റ്? എ ലെറ്റർ. ആർ യു റൈറ്റിംഗ് എ ലെറ്റർ? ക്ലിയർ ആണോ? ഇനി ഒന്ന് തിരിച്ചിട്ട് നോക്കേ. ഇവിടെ ഒബ്ജക്റ്റ് എ ലെറ്റർ. കണ്ടോ, ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അവിടെ ഓക്സിലറി വരേണ്ട മുമ്പിൽ വന്നു ഈസ്. എ ലെറ്റർ ഈസ്. ഈസ് എ ലെറ്റർ. ടു ബിയുടെ ഫോം ആയിട്ട് ആര് വന്നു? ബീയിങ്. റൈറ്റിന്റെ തേർഡ് ഫോം റിട്ടൺ. ബൈ പ്ലസ് ഏജന്റ് ബൈ യു. ക്ലിയർ ആണോ? നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ചേഞ്ച് ഇൻ ടു പാസീവ്. പാസീവിലേക്ക് മാറ്റാനാണ് തന്നിരിക്കുന്നത്. ഐ വിൽ ക്ലീൻ. ക്വസ്റ്റ്യൻ എന്താണ്? ഐ വിൽ ക്ലീൻ ദ ഹൗസ് എവരി സാറ്റർഡേ. ഐ വിൽ ക്ലീൻ ദ ഹൗസ്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ വിൽ പ്ലസ് V1 ആണ് വന്നിരിക്കുന്നത് അല്ലേ? വിൽ ഓർ ഷാൾ പ്ലസ് V1 വരുന്നത് സിമ്പിൾ ഫ്യൂച്ചറിൽ, അതായത് മോഡൽ ഓക്സിലറി ആയിട്ട് മോഡൽ ഓക്സിലറി വേർബായ വിൽ അല്ലെങ്കിൽ ഷാൾ പ്ലസ് V1 ആണല്ലോ അവിടെ സിമ്പിൾ ഫ്യൂച്ചർ. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് മോഡൽ ഓക്സിലറി ഏതായാലും, വില്ലായാലും വുഡ് ആയാലും ഷാൾ ആയാലും ഷുഡ് ആയാലും ക്യാൻ ആയാലും കുഡ് ആയാലും അതിനുശേഷം ടു ബിയുടെ ഫോം വരേണ്ടത് ബി ആണ്. ആരാ വരേണ്ടത്? ബി. ക്ലിയർ ആണോ? നോക്കേ, ഇവിടെ ബി ഇല്ലാത്ത ഓപ്ഷൻ, ഇവിടെ ബി ഉണ്ട്, ഇവിടെയും ബി ഉണ്ട്. പക്ഷേ സി നോക്കേ, ദ ഹൗസ് ഈസ് ക്ലീൻ, അവിടെ ബി വന്നിട്ടില്ലല്ലോ. ദെൻ നൺ ഓഫ് ദി എബോ ആണ് അവിടെ കിടക്കുന്നത്. ആൻസർ ഇല്ലെങ്കിൽ മാത്രമേ എന്തെടുക്കാൻ പറ്റൂ? നൺ ഓഫ് ദി എബോ. ഇനി ഇവിടെ നോക്കേ, ഐ വിൽ ക്ലീൻ ദ ഹൗസ്. ഇവിടെ ഒബ്ജക്റ്റ് ഏതാ? ദ ഹൗസ്. ആക്റ്റീവിലെ ഒബ്ജക്റ്റ് ആണല്ലോ പാസീവില് സബ്ജക്റ്റ് ആയിട്ട് വരേണ്ടത്. അപ്പം പാസീവില് സബ്ജക്റ്റ് ആയിട്ട് വരേണ്ടത് ആരാ? ദ ഹൗസ്. അപ്പൊ ഇവിടെ എവരി സാറ്റർഡേയിലെ സബ്ജക്റ്റ് വരത്തില്ല. ഇനി ദ ഹൗസ് ഇവിടെ ഉണ്ട്, ദ ഹൗസ്. ഓക്സിലറി വില്ല് അതുപോലെ വന്നു, ബി ചേർത്തു. ക്ലീൻ എന്നതിന്റെ തേർഡ് ഫോം ക്ലീൻ. റിമൈനിങ് പാർട്ട് എവരി സാറ്റർഡേ. ആൻസർ കിട്ടി. ദ ഹൗസ് വിൽ ബി ക്ലീൻഡ് എവരി സാറ്റർഡേ. ക്ലിയർ ആണോ? നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. They have arrested the thief is the active form of, അതായത് ഏതിന്റെ ആക്റ്റീവ് ഫോം ആണ്? They have arrested the thief. സെന്റൻസ് പഠിച്ചേ. They have arrested the thief. അതായത് they സബ്ജക്റ്റ്, have auxiliary, arrested V3, has or have plus V3. ഏതിന്റെ? പ്രസന്റ് പെർഫെക്റ്റ് ആക്റ്റീവ്. പ്രസന്റ് പെർഫെക്റ്റ് ആക്റ്റീവ് നമ്മൾ പാസീവിലേക്ക് മാറ്റുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തണം. ഹാസും ഹാവും, അതായത് പെർഫെക്റ്റ് ടെൻസിന് പാസീവിലേക്ക് മാറ്റുമ്പോൾ BEEN ബീൻ വരണം. ആര് വരണം? ബീൻ. കണ്ടോ, ആർക്ക് ശേഷമാ? ഓക്സിലറി ആയ ഹാസ് അല്ലെങ്കിൽ ഹാവിന് ശേഷം ആര് വരണം? ബീൻ. അതിനുശേഷമാണ് V3.
കണ്ടോ? അപ്പം പെർഫെക്റ്റ് ടെൻസിനെ അത് പ്രസന്റ് ആയാലും പാസ്റ്റ് ആയാലും ഫ്യൂച്ചർ ആയാലും നമ്മൾ എന്തിലേക്ക് മാറ്റുമ്പോൾ, പാസീവിലേക്ക് മാറ്റുമ്പോൾ ടു ബിയുടെ ഫോം ആയിട്ട് ബീൻ വരണം. ബീൻ ഇല്ലയോ ആ ഓപ്ഷൻ ഒക്കെ നമുക്ക് കളയാം. ഇതാ നോക്കേ, ഇവിടെ തീഫ് വാസ് അറസ്റ്റഡ് വരത്തില്ല, ബീൻ ഇല്ല. ഇവിടെ ബീൻ ഉണ്ട്, ഇവിടെയും ബീൻ ഉണ്ട്. ദ തീഫ് ഈസ് അറസ്റ്റഡ് വരത്തില്ല, അപ്പൊ എയും ഡിയും വരത്തില്ല. കണ്ടോ? ഇനി നോക്കേ, ദ തീഫ് ഹാസ് ബീൻ അറസ്റ്റഡ് ഉണ്ട്, ദ തീഫ് ഹാവ് ബീൻ അറസ്റ്റഡ് ഉണ്ട്. തീഫ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? തീഫ് ഒരാളല്ലേ ഉള്ളൂ, തീവ്സ് എന്ന് പറഞ്ഞില്ലല്ലോ. തീഫ് ഒരാളല്ലേ ഉള്ളൂ, സിംഗുലർ അല്ലേ. അപ്പൊ ആരാ വരേണ്ടത്? ഹാസ്. അപ്പൊ ഏത് ആൻസർ? ദ തീഫ് ഹാസ് ബീൻ അറസ്റ്റഡ്. ക്ലിയർ ആണോ? ദ തീഫ് ഹാസ് ബീൻ അറസ്റ്റഡ്. അപ്പൊ നമുക്ക് ഇത് കുറച്ച് മോഡൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് നമ്മൾ ചെയ്തേ ഉള്ളൂ. അപ്പൊ ഇത് നമുക്ക് ടെൻസ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ആ സ്ട്രക്ചറൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞ പാസീവിലേക്ക് മാറ്റുന്ന കോമൺ സ്ട്രക്ചർ മനസ്സിരിക്കണം. മീൻസ് ആ ടു ബിയുടെ ഫോം യൂസ് ചെയ്യുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതായത് ഈസ്, ആറ്, ആം, വാസ്, വെയർ, ബീങ്, ബീൻ, ബി. ഇത് ഇത്രയാണല്ലോ ടു ബിയുടെ ഫോം. ഈസും ആറും ആമും എവിടെയാ വരുന്നത്? സിമ്പിൾ പ്രസന്റിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ. അപ്പൊ സ്ട്രക്ചർ എങ്ങനെ വരും? സബ്ജക്റ്റ് പ്ലസ് ഈസ് or are or am plus v3. സിമ്പിൾ പ്രസന്റിന്റെ സ്ട്രക്ചർ അങ്ങനെയാ വരുന്നത്. സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആർ ഓർ ആം പ്ലസ് v3 പാസീവിൻ്റെതാണ്. ഇനി വാസും വേറും വരുന്ന സിമ്പിൾ പാസ്റ്റിലാണ്. അപ്പൊ സ്ട്രക്ചർ ഇങ്ങനെ വരും: സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് v3. ക്ലിയർ ആണോ? ഇനി BEING ബീങ് വരുന്നത് കണ്ടിന്യൂസിലാണ്, പ്രസന്റിന്റെയും പാസ്റ്റിന്റെയും. അപ്പം പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആർ ഓർ ആം പ്ലസ് ബീങ് പ്ലസ് v3 വെർബിന്റെ തേർഡ് ഫോം. ക്ലിയർ ആണോ? അപ്പൊ ഒരു സംശയം വരും, അവിടെ ഈസും ആറും ആമോ എങ്ങനെ വന്നെന്ന്. അത് കണ്ടിന്യൂസിനെ കാണിക്കുന്ന ഓക്സിലറിയാണ്. ക്ലിയർ ആണോ? ഇനി പാസീവ് ആണെന്ന് തെളിയിക്കുന്ന BEING ബീയിങ് ആണ്. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ബീയിങ് പ്ലസ് v3. ഓക്കെ ആണോ? ഇനി പെർഫെക്റ്റ് ടെൻസിൽ BEEN ബീൻ വരുന്നത്. അപ്പൊ നോക്കണം, പ്രസന്റ് പെർഫെക്റ്റ് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് v3. പാസ്റ്റ് പെർഫെക്റ്റ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് v3. ഫ്യൂച്ചർ പെർഫെക്റ്റ് വിൽ ഹാവ് അല്ലെങ്കിൽ ഷാൾ ഹാവ് പ്ലസ് ബീൻ പ്ലസ് v3. ക്ലിയർ ആണോ? ഇനി ബി വരുന്നത് മോഡൽ ഓക്സിലറീസിന് ശേഷം, അതായത് വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഓട്ട് ടു, ഇതിനൊക്കെ ശേഷമാണ് ആര് വരുന്നത്? ബി. ഓക്കെ ആണോ? അപ്പൊ ഇത് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ഓപ്ഷനിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. പിന്നെ മറ്റൊരു കാര്യം, പ്രാക്ടീസ്. മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. അങ്ങനെയാണല്ലോ, പ്രാക്ടീസ് ആണല്ലോ നമ്മളെ പെർഫെക്റ്റ് ആക്കുന്ന. അപ്പം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഉറപ്പായിട്ടും നമുക്ക് ഒരു സംശയമില്ലാതെ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇത് ടെൻസും ഇതും വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു.